ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ. ഇന്ന് നമ്മൾ ജോഗ്രഫിയിലെ ഫസ്റ്റ് പാഠമായ ഋതുഭേദവും സമയവും എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. നമുക്ക് എക്സാം ആകുമ്പോഴത്തേന് എല്ലാ പാഠങ്ങളും കവർ ചെയ്തെത്തണം. ക്വസ്റ്റ്യൻ നമ്പർ 1. സമയനിർണ്ണയത്തിനായി ഓരോ രാജ്യവും ഒരു നിശ്ചിത രേഖാംശ രേഖയെ മാനക രേഖാംശയായി പരിഗണിക്കുന്നു. എന്തുകൊണ്ട്? ആൻസർ: ഓരോ രേഖാംശ രേഖയിലും വ്യത്യസ്ത പ്രാദേശിക സമയമായിരിക്കും ഉള്ളത്. ഒരു രാജ്യത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങൾക്ക് വ്യത്യസ്ത സമയമായാൽ അത് ഒട്ടേറെ ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതിനാൽ രാജ്യത്തിന്റെ മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശയായി പരിഗണിക്കുന്നു. ഈ രേഖയിലെ പ്രാദേശിക സമയം രാജ്യത്തെ സ്റ്റാൻഡേർഡ് സമയമായി കണക്കാക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2. സമയനിർണ്ണയത്തിൽ ഗ്രീനിച്ച് രേഖ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നീ രേഖാംശ രേഖകളുടെ പ്രാധാന്യം വിശദമാക്കുക. ആൻസർ: ഗ്രീനിച്ച് രേഖ എന്നത് ലോക സമയ നിർണ്ണയത്തിനുള്ള അടിസ്ഥാനമായി കണക്കാക്കുന്നു. ഇതാണ് 0° രേഖാംശ രേഖ. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയാണ് 180° രേഖാംശ രേഖ. കരഭാഗങ്ങൾ ഒഴിവാക്കി പൂർണ്ണമായും സമുദ്രത്തിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നു. ഈ രേഖയുടെ ഇരുവശങ്ങളിൽ 24 മണിക്കൂറിന്റെ സമയ വ്യത്യാസം രേഖപ്പെടുത്തുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇന്ത്യയിൽ 4 മെട്രോപൊളിറ്റൻ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിൽ വസിക്കുന്ന കുട്ടികളിൽ ആരാണ് ആദ്യം ഉദയസൂര്യനെ കാണുന്നത്? ആൻസർ: കൊൽക്കത്ത. ക്വസ്റ്റ്യൻ നമ്പർ 4. 30° രേഖാംശ വ്യാപ്തിയുള്ള ഇന്ത്യൻ ഭൂപ്രദേശം സൂര്യന് മുന്നിലൂടെ കടന്നുപോകാൻ എത്ര സമയം വേണം? ആൻസർ: 1° വ്യാപ്തിയുള്ള ഭൂപ്രദേശം സൂര്യന് മുന്നിലൂടെ കടന്നുപോകാൻ ആവശ്യമായ സമയം 4 മിനിറ്റ്. 30° ഭൂപ്രദേശം കടന്നുപോകാൻ വേണ്ട സമയം 30 × 4 120 മിനിറ്റ്. ഇതാണ് 2 മണിക്കൂർ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഗ്രീനിച്ച് രേഖയെ പ്രൈം മെറീഡിയൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? ആൻസർ: ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെവിടെയുമുള്ള സമയം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ടാണ് ഗ്രീനിച്ച് രേഖയെ പ്രൈം മെറീഡിയൻ എന്ന് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6. എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. സമയം തിങ്കളാഴ്ച രാവിലെ 6 മണി ബേസ് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 30° കിഴക്കുള്ള സമയത്ത് തിങ്കളാഴ്ച 8 മണി ആയിരിക്കും. 120° പടിഞ്ഞാറുള്ള സ്ഥലത്ത് 10 PM ഞായറാഴ്ചയായിരിക്കും. 90° കിഴക്കുള്ളിടത്ത് തിങ്കളാഴ്ച ആഫ്റ്റർനൂൺ ആയിരിക്കും. 60° പടിഞ്ഞാറുള്ളിടത്ത് തിങ്കളാഴ്ച 2 മണി പുലർച്ചെയായിരിക്കും. 4° കിഴക്കുള്ളിടത്ത് തിങ്കളാഴ്ച 6:16 AM ആയിരിക്കും. അടുത്തതാണ് ക്വസ്റ്റ്യൻ നമ്പർ 7. ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ഗ്രീനിച്ച് സമയം തിങ്കളാഴ്ച രാവിലെ 8 മണി. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഗ്രീനിച്ചിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകുമ്പോഴുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. രേഖാംശം 30° കൊടുത്തിട്ടുണ്ട്. ദിവസം തിങ്കളാഴ്ച, അപ്പോൾ സമയം 6 AM ആയിരിക്കും. അടുത്തത് അതുപോലെ 45° ആണ്. അതുപോലെ തിങ്കളാഴ്ച ദിവസമാണ്, സമയം 5 AM ആയിരിക്കും. ഗ്രീനിച്ചിൽ നിന്ന് കിഴക്കോട്ട് പോകുന്തോറുമുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. രേഖാംശം 30° ആവുമ്പോൾ ദിവസം തിങ്കളാഴ്ചയായിരിക്കും, സമയം 10 AM ആയിരിക്കും. രേഖാംശം 45° ആവുമ്പോൾ തിങ്കളാഴ്ചയായിരിക്കും, 11 മണിയായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 8. 82.5° പൂർവ്വ രേഖാംശത്തെ ഇന്ത്യയുടെ മാനക രേഖാംശയായി കണക്കാക്കുന്നത് എന്തുകൊണ്ട്? ആൻസർ: ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എന്നത് 68° 97° കിഴക്ക്. മധ്യരേഖാംശം 82.5° കിഴക്ക്. അത് 68 + 97 ആയിരിക്കും. അത് കിട്ടുന്നത് 165 ആണ് കിട്ടുന്നത്. ഈ 162നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 82.5 കിട്ടും. അങ്ങനെയാണ് 82.5° പൂർവ്വ രേഖാംശത്തെ ഇന്ത്യയുടെ മാനക രേഖാംശയായി കണക്കാക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? എ. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ബി. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ എടുക്കുന്നു. സി. 1 മണിക്കൂറിൽ ഭൂമിയുടെ 4° രേഖാംശരേഖാ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നുപോകുന്നത്. ഡി. സൂര്യോദയം അനുഭവപ്പെടുന്നത് കിഴക്ക് ദിക്കിലാണ്. ഇതിൻ്റെ ആൻസർ സി ആണ്. 1 മണിക്കൂറിൽ ഭൂമിയുടെ 4° രേഖാംശരേഖാ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നുപോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10. ഋതുവ്യത്യാസങ്ങൾ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് ഏത് അക്ഷാംശീയ മേഖലയിലാണ്? ആൻസർ: മിതോഷ്ണ മേഖല. ക്വസ്റ്റ്യൻ നമ്പർ 11. ഉഷ്ണകാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലെ 2 പരിവർത്തന കാലങ്ങൾ ഏതെല്ലാം?
ആൻസർ വസന്തകാലം, ഹേമന്തകാലം. ക്വസ്റ്റ്യൻ നമ്പർ 12. സസ്യങ്ങൾ ഇല പൊഴിക്കുന്നത് ഏത് ഋതുവിലാണ്? ആൻസർ ഹേമന്തകാലത്താണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? ആൻസർ ഗ്രീഷ്മം. ക്വസ്റ്റ്യൻ നമ്പർ 14. താഴെ കൊടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എവിടെയാണ്? സെപ്റ്റംബർ 23, ബി ജൂൺ 21. സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയിലും ജൂൺ 21 ഉത്തരായന രേഖയിലുമായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 15. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രേഖാംശരേഖയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? എ. സമയനിർണ്ണയത്തിന് ആധാരമാക്കുന്നു. ബി. സമയമേഖലകളായി തിരിച്ചറിയുന്നു. സി. വടക്കോട്ട് പോകുന്തോറും മൂല്യം കൂടി വരുന്നു. ആൻസർ സി. വടക്കോട്ട് പോകുന്തോറും മൂല്യം കൂടി വരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 16. താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ഭൂമി 15 ഡിഗ്രി ഭ്രമണം പൂർത്തിയാക്കുമ്പോൾ ആവശ്യമായ സമയം 1 മണിക്കൂർ. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂറും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ 365 ദിവസം 6 മണിക്കൂറും ആവശ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. ഗ്രീനിച്ച് സമയത്തിൽ നിന്നും 7 മണിക്കൂർ കൂടുതൽ സമയ വ്യത്യാസമുള്ള ഒരു സ്ഥലത്തിന്റെ രേഖാംശം കണ്ടെത്തുക. ആൻസർ 1 ഡിഗ്രി രേഖാംശം 4 മിനിറ്റ്. 15 ഡിഗ്രി ആകുമ്പോൾ 1 മണിക്കൂർ ആവശ്യമായി വരും. അപ്പോൾ 15 × 7 105 ഡിഗ്രി കിഴക്കായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 18. 0 ഡിഗ്രി രേഖാംശരേഖയിൽ നിന്നും ഗീതയും ഗോപവും യഥാക്രമം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 10 ഡിഗ്രി വീതം സഞ്ചരിച്ചു. അവർ നിൽക്കുന്ന സ്ഥലങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? ആൻസർ ഇവർ തമ്മിലുള്ള രേഖാംശ വ്യത്യാസം 10 ഡിഗ്രി + 10 ഡിഗ്രി + 20 ഡിഗ്രി ആകുന്നു. ആയതുകൊണ്ട് 1 ഡിഗ്രി രേഖാംശത്തിന് 4 മിനിറ്റ് സമയ വ്യത്യാസമുണ്ട്. 20 × 4 = 80 മിനിറ്റ്. അതായത് 1 മണിക്കൂർ 20 മിനിറ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ട് സമയ വ്യത്യാസം എന്നത് 1 മണിക്കൂർ 20 മിനിറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 19. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് മൂലം ഭൂമിയിലുണ്ടാകുന്ന ഏതെങ്കിലും ഒരു പ്രതിഭാസം എഴുതുക. ആൻസർ അയനം, അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം, അല്ലെങ്കിൽ താപനിലയിലെ വ്യത്യാസം. ക്വസ്റ്റ്യൻ നമ്പർ 20. മണിപ്പൂരിൽ ഓഫീസ് സമയം ആരംഭിക്കുന്നത് രാവിലെ 8 മണിക്കാണ്. ഇതിന്റെ ഭൂമിശാസ്ത്ര കാരണം എന്താണ്? മണിപ്പൂർ ഒരു കിഴക്കൻ സംസ്ഥാനമാണ്. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പകൽ നേരത്തെ ആരംഭിക്കുന്നു, നേരത്തെ ഇരുട്ടുന്നു. ഈ പ്രാദേശികമായ ഈ സമയ വ്യത്യാസം പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ഭൂമിയുടെ ഭ്രമണം, ഭ്രമണഫലങ്ങൾ എന്നിവ വിശദീകരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 21. ഇന്ത്യയിൽ നിന്നും ഒരാൾ ബുധനാഴ്ച രാവിലെ 8 മണിക്ക് പടിഞ്ഞാറോട്ട് 10 മണിക്കൂർ തുടർച്ചയായി യാത്ര ചെയ്ത് ന്യൂയോർക്കിലെത്തുന്നു. അതായത് 74 ഡിഗ്രി പടിഞ്ഞാറാണ് ന്യൂയോർക്കിന്റെ സ്ഥാനം. അപ്പോൾ അവിടെ സമയം എന്തായിരിക്കും? ആൻസർ ഇന്ത്യയും ന്യൂയോർക്ക് രേഖാംശീയ വ്യത്യാസം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. 82.5 ഡിഗ്രി + 74 ഡിഗ്രി = 156 ഡിഗ്രി. സമയ വ്യത്യാസം 156 × 4 + 2 = 626 മിനിറ്റ്. അതായത് 10 മണിക്കൂർ 26 മിനിറ്റ്. അമേരിക്ക, അവിടുത്തെ ന്യൂയോർക്കിലെ സമയമാണ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അത് ബുധനാഴ്ച രാവിലെ 7:34 AM ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 22. താഴെ കൊടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ ഏതാണ് ശൈത്യ അയനാന്ത ദിനം? ശൈത്യ അയനാന്ത ദിനം ഡിസംബർ 22 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 23. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവയുടെ മുകളിലായിരിക്കുമ്പോൾ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ഋതുക്കൾ ഏതൊക്കെയായിരിക്കും? ആൻസർ ഉത്തരായന രേഖയിൽ ഗ്രീഷ്മകാലവും ദക്ഷിണായന രേഖയിൽ ശൈത്യകാലവുമായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 24. ഭൂമിയിൽ വ്യത്യസ്ത ഋതുക്കൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം? ഭൂമിയിൽ വ്യത്യസ്ത ഋതുക്കൾ വരുന്നതിനുള്ള കാരണങ്ങളാണ് ഭൂമിയുടെ പരിക്രമണം, അച്ചുതണ്ടിന്റെ ചെരിവ്, അച്ചുതണ്ടിന്റെ സമാന്തരത. ക്വസ്റ്റ്യൻ നമ്പർ 25. ഇന്ത്യയുടെ കിഴക്കൻ മേഖലകളിൽ സൂര്യോദയം ഉണ്ടായി ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞാണ് കേരളത്തിൽ സൂര്യോദയം ദൃശ്യമാകുന്നത്. എന്താണ് ഇതിന് കാരണം? ആൻസർ ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് രേഖാംശ വ്യാപ്തി കൂടുതലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 26. നൽകിയിട്ടുള്ള രേഖാംശങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം കണ്ടെത്തുക. 97 ഡിഗ്രി കിഴക്ക് തൊട്ട് 68 ഡിഗ്രി കിഴക്ക് വരെ. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ആൻസർ തന്നിരിക്കുന്ന രണ്ട് രേഖാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 29 ഡിഗ്രി. അതായത് 97 - 68 = 29. 1 ഡിഗ്രി രേഖാംശം എന്നത് 4 മിനിറ്റാണ്. അപ്പോൾ 29 ഡിഗ്രി ×
4. അതുകൊണ്ട് 116 മിനിറ്റ് നമുക്ക് ലഭിക്കും. അതായത് 1 മണിക്കൂർ 56 മിനിറ്റാണ് 97 ഡിഗ്രി കിഴക്കും 68 ഡിഗ്രി കിഴക്കും തമ്മിലുള്ള വ്യത്യാസം. ക്വസ്റ്റ്യൻ നമ്പർ 27. ചെടികൾ തളിർക്കുന്നു, പുഷ്പിക്കുന്നു. ഇവ സാധാരണയായി ഏത് ഋതുവിലാണ് സംഭവിക്കുന്നത്? ആൻസർ വസന്തകാലം. ക്വസ്റ്റ്യൻ നമ്പർ 28. ഇംഗ്ലണ്ടിൽ രാവിലെ 9-ന് ആരംഭിക്കുന്ന ഒരു ക്രിക്കറ്റ് മത്സരത്തിന്റെ തത്സമയ സംപ്രേഷണം ഇന്ത്യയിൽ എപ്പോൾ ലഭ്യമാകും? കാരണം വ്യക്തമാക്കുക. ആൻസർ ഇംഗ്ലണ്ടിലെ മാനക രേഖാംശം എന്നത് 0 ഡിഗ്രിയാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം എന്നത് 82.5 ഡിഗ്രി കിഴക്കാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം 82.5 ഡിഗ്രി കിഴക്കാണ്. 1 ഡിഗ്രി രേഖാംശം എന്നത് 4 മിനിറ്റാണ്. ആയതുകൊണ്ട് സമയവ്യത്യാസം സമം 5.5 മണിക്കൂർ. ഇന്ത്യയിൽ ഉച്ചകഴിഞ്ഞ് 2:30-നായിരിക്കും അതുകൊണ്ട് ലഭ്യമായിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 29. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയുള്ള ഉത്തരാർദ്ധഗോളത്തിലെ ഋതു വസന്തമാണ്. ഈ പ്രസ്താവന തെറ്റാണ്. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ഉത്തരാർദ്ധഗോളത്തിലെ ഋതു ശൈത്യകാലമാണ്. അതുപോലെ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിലെ ഋതു വസന്തമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 30. വീണ, രവി എന്നീ കുട്ടികൾ തയ്യാറാക്കിയ അന്തരംഗ രേഖയുടെ ചിത്രങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏത് ചിത്രമാണ് ശരി? എന്തുകൊണ്ട്? ആൻസർ വീണയുടെ ചിത്രമാണ് ശരി.